ഉസ്താദുമാരും അടുത്ത മേഖല വരെ അനുഗമിക്കണം. യതീമായി നമ്മുടെ നേതാക്കന്മാരെ വിടാൻ പാടില്ല. അഭിവന്ദനായ കടക്കൽ ഉസ്താദ്, തൊടിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട കമറുദ്ദീൻ മൗലവി, വന്നിരായ നമ്മുടെ തങ്ങള്, സക്കീർ സാഹിബ്, നദീർ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെല്ലാവരും നമ്മുടെ ജില്ലയിലെ മേഖലകളിലും താലൂക്കിലും വരുമ്പോൾ ഒരു മേഖലയിലെ ഉസ്താദുമാര് അടുത്ത മേഖല വരെ വാഹനത്തിൽ അനുഗമിക്കുകയും ഒരു വലിയ വ്യൂഹം തന്നെ ഉണ്ടാക്കി തീർത്ത് ഉമ്മത്തിനെ മാത്രമല്ല അമുസ്ലിമീങ്ങളെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ ഈ പരിപാടി വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണം. മറ്റൊന്ന്, ഈ മാസം 28-ാം തീയതിയിലെ നമ്മുടെ ഫണ്ട് കളക്ഷനാണ്. രണ്ടാമത്തെ കാര്യം ഫണ്ട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് അത് സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കാവുന്നതാണ്. നമുക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവ് വരുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾക്കറിയാലോ, ഒരു വീട്ടിൽ ഒരു കല്യാണ നിശ്ചയം വെക്കണമെങ്കിൽ, വേണ്ട ഒരു മേഖലയുടെ യോഗം വെക്കണമെങ്കിൽ എത്ര രൂപ ചെലവാണ് നമുക്ക്? ഈ ഹോളൊക്കെ ഫ്രീ ആയി കിട്ടിയത് കൊണ്ടല്ലേ? അല്ലെ, എത്ര രൂപയുടെ ചെലവാണ്? ഒരു സംസ്ഥാന സമ്മേളനം ഒരു വർഷമായി ആളുകളെ ഇളക്കി കൊണ്ടുവന്നൊരു സമ്മേളനം നടത്തുമ്പോൾ അതിന് വളരെ ഭാരിച്ച ചെലവുകളുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ സംഗതിയായി കാണാതെ 28-ാം തീയതി വെള്ളിയാഴ്ചയിൽ നമ്മുടെ വിശദമായ കാര്യങ്ങൾ സമുദായത്തെ ബോധ്യപ്പെടുത്തി 500 രൂപ ഇടാൻ കഴിവുള്ളവൻ 400 രൂപ ഇടാതിരിക്കാൻ, 1000 രൂപ ബക്കറ്റിൽ ഇടാൻ കഴിയുന്നവൻ 900 രൂപ ആകാതിരിക്കാൻ അല്ലാഹു തആല ബഹുമാനപ്പെട്ട ഉലമാക്കൾക്ക് അനുഗ്രഹിച്ചു നൽകിയതാണ് നമ്മുടെ നാവ്. ആ നാവ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലാതെ പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെലവഴിക്കേണ്ടത്? ഓരോ വെള്ളിയാഴ്ചകളിലും എത്രയോ രോഗികൾക്ക് കളക്ഷൻ എടുത്തു കൊടുക്കുന്നവരാണ് ഉസ്താദുമാരെ. നിങ്ങൾ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല കൂലി കൊടുക്കട്ടെ, നമ്മുടെ ഉസ്താദുമാരുടെ ആഖിറം അല്ലാഹു വിജയിപ്പിക്കട്ടെ. എത്ര പുണ്യമുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എത്രയോ രോഗികൾ വരുന്നു, പിരിവ് പറയുന്നു, പിരിവ് കൊടുക്കുന്നു, നമ്മൾക്കൊരു ചെലവുമില്ല. പക്ഷെ അങ്ങനെ മനസ്സിലാക്കരുത്, നമ്മുടെ വാക്കുകൊണ്ട് എത്രയോ പേരെ സഹായിക്കപ്പെടുന്നു. ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ബഹുമാനപ്പെട്ട മാനേജ്മെന്റും ഉസ്താദുമാരും സംയുക്തമായി നിന്ന് 28-ാം തീയതി കളക്ഷൻ എടുക്കണം. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞാൽ ചുരുക്കുകയാണ്. എന്നോടത് പറയാൻ ചുമതലപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. അടുത്ത ജനുവരി മാസം 19-ാം തീയതി നടക്കാൻ പോകുന്ന നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നത്, ആ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനമായ വശം ബഹുമാനപ്പെട്ട അഭിനന്ദനായ തൊടിയൂർ ഉസ്താദ് പറഞ്ഞു, അവകാശം തരണം എന്ന് സർക്കാരിനോട് പറയുന്ന ഒരു റാലിയാണ്. അവകാശ സംരക്ഷണം. നമുക്ക് സർക്കാരിന്റെ മുമ്പിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പറയാനുണ്ട്. ഒരു കാര്യം വളരെ സത്യമാണ്, നമ്മളെ കുറെ പേരെ എന്തൊക്കെ ചെയ്യാൻ ആരെല്ലാം ശ്രമിച്ചാലും ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അത് സത്യത്തിൽ സത്യമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയും. ആർക്കും അങ്ങനെ ഒറ്റയടിക്കൊന്നും മൂക്കിൽ വലിച്ചു കയറ്റാൻ ഈ സമുദായത്തെ അള്ളാഹു വിട്ടുകൊടുക്കുകയില്ല. ഇനിഹ്തദൈത്തും എന്ന് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് ഖുർആനായത്തിന് ഷർത്ത് പറഞ്ഞു. ആ ഷർത്തിൽ മശ്റൂത്തില്ല. നിങ്ങൾ ശരിയാണെങ്കിൽ അള്ളാഹു തആല ഈ ഉമ്മത്തിനെ തൊടാൻ ഒരുത്തരെയും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ ഈ സമ്മേളനത്തിലേക്ക് 10 പേരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരാളെ 9 പേരായി ചുരുങ്ങാൻ പാടില്ല. കാരണം ഈ സമ്മേളനം കൊണ്ട് ദക്ഷിണയ്ക്കൊന്നും നേടാനില്ല. ദക്ഷിണയ്ക്ക് ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഈ ഉസ്താദിന് ഇനി കിട്ടാൻ ഇനി പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും മിച്ചമില്ല. അള്ളാഹു ഒരുപാട് അനുഗ്രഹിച്ചു. ഇനിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദക്ഷിണയ്ക്ക് ഈ സമ്മേളനം കൊണ്ട് ഒന്നും കിട്ടാനില്ല. ഈ സമ്മേളനം കൊണ്ട് സമുദായത്തിന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്ന ലക്ഷോപലക്ഷം കൊല്ലത്ത് വന്നിട്ട് നടക്കാൻ സ്ഥലമില്ലാതെ, മാർച്ച് ചെയ്യാൻ സ്ഥലമില്ലാതെ കൊല്ലപ്പട്ടണം അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുന്ന വിധം ഈ സമുദായത്തിലെ 15 വയസ്സ് പൂർത്തിയായത് മുതൽക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ആണുങ്ങളെയും കൊല്ലത്ത് കൊണ്ടുവന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുവിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അവരെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഇത് അല്ലാഹു തആല നമ്മുടെ ആഖിറത്തിലേക്ക് പുണ്യം തരുന്നൊരു കാര്യമാണ്. നിസ്സാരമായി കാണാൻ പാടില്ല. കാരണം ഒരു 10,000 പേര് കുറഞ്ഞു പോയാൽ നമുക്ക് നഷ്ടമൊന്നുമല്ല, ഉമ്മത്തിന് നഷ്ടമുണ്ട്. ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് പറഞ്ഞു, CA സമ്മേളനത്തെ കുറിച്ച്. കൊല്ലത്ത് സമ്മേളനം നടന്നതിന്റെ പിറ്റേന്നാണ് അതിന്റെ ശക്തി ക്ഷയിക്കുന്നതായി ഇന്ത്യ രാജ്യത്ത് സമര പ്രഖ്യാപനങ്ങൾ ധാരാളമായി ഉണ്ടായത്. അതിന്റെ തുടക്കം ദക്ഷിണയായിരുന്നു. ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് പരമാവധി ഇവിടെ ഒരു ബസ് 300 ബസ് എന്നൊക്കെ പറഞ്ഞ ഒരു മഹലിൽ ഒരു ബസ്സാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിമീങ്ങൾക്ക് എത്ര ബസ് വേണം പുറപ്പെടാൻ? ഇതെന്താ ഒരു മഹലിൽ ഒരു ബസ് എന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിലെ മഹലിൽ
ഇവിടത്തെ ബഹുമാനപ്പെട്ട തൊഴിൽ ഉസ്താദ് എപ്പോഴും പറയും സക്കീറാജിയെ കുറിച്ച് 10-25,000 മുസ്ലിമീങ്ങളുടെ നേതാവാണ് ഇവിടെ അദ്ദേഹം എപ്പോഴും പറയും. വളരെ അഭിമാനത്തോടെ നമ്മൾ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള മുസ്ലിമീങ്ങൾക്ക് ഒരു മഹലിന് 3 ബസ് കൊടുത്ത് അവിടുത്തെ മുഴുവൻ ആൾക്കാരും കൊല്ലത്തെത്തുവോ? ഈ മഹല്ലുകളിൽ ഒരു 10-ൽ കുറയാത്ത ബസ് ഓരോ മഹലിനും ഉണ്ടാകണം. സഹോദരങ്ങളെ, ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, ഇവിടെ ഖുർആൻ നിലനിൽക്കാൻ വേണ്ടി, ഹദീസ് നിലനിൽക്കാൻ വേണ്ടി, ദീൻ നിൽക്കാൻ വേണ്ടി, മസ്ജിദുകൾ നിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുഴുവൻ പേരെഴുതിക്കണം, തഷ്കീൽ ചെയ്യണം. സുബൈർ ഉസ്താദെല്ലാം ഇറങ്ങി തഷ്കീൽ ചെയ്യണം. പരമാവധി ആളുകളുടെ പേരെഴുതണം. എന്നിട്ട് ഏതെങ്കിലും ഒരാൾക്ക് യാത്രയ്ക്ക് പോകാൻ വണ്ടിക്കൂലി ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കയറിക്കോ, വട്ടച്ചെലവ് ഞങ്ങൾ തന്നേക്കാന്ന് പറയണം. മഹല്ലുകൾക്ക് പറയാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ, ഞാൻ ഓർത്തു പോവാണ്, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈരാറ്റുപേട്ടയില് നമ്മൾ 10 വീടുണ്ടാക്കാൻ ലക്ഷണയുടെ ഈ ഭവന പദ്ധതിയായിട്ട് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, ഈരാറ്റുപേട്ടയിൽ നമ്മുടെ ഈ മുഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ സക്കാത്ത് ഫണ്ടിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് സഹീഹായ മാർഗത്തിൽ ഇവിടെ സക്കാത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി വാങ്ങിയ ഭൂമിയിൽ 2 വീടിനുള്ള സ്ഥലം വിട്ടുതന്നു. ഈ മഹല്ല് വിട്ടുതന്നാണ്. അതിൽ 3 മഹല്ല് കൂടി ചേർന്ന് ഒരു വീടിന്റെ നിർമ്മാണം സമ്പൂർണ്ണമായി ഏറ്റെടുത്തു. ഈ ഈരാറ്റുപേട്ട മഹല്ലിന്റെ പ്രവർത്തനങ്ങളെ കാണാതെ ദക്ഷിണയ്ക്ക് മുന്നോട്ട് പോകാനേ സാധിക്കുകയില്ല. അത്ര ശക്തമായ പിന്തുണ ദക്ഷിണയ്ക്ക് ഈരാറ്റുപേട്ട പ്രദേശം നൽകുന്നുണ്ട്. ഇത് മുസ്ലിമീങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഒരു മഹലിൽ 10 ബസ്സിൽ കുറയാത്ത ആളുകൾ പോകാൻ ഉള്ള പരിശ്രമം ഉണ്ടാകണം. അത് നിങ്ങൾ ഏറ്റെടുക്കണം, വിജയിപ്പിക്കണം. റാലി വിജയിച്ചാൽ